എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കാഷ്വൽ ടോപ്സിൻ്റെ ഹോളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഈ ടോപ്സൊക്കെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് അത് എവിടെ നിന്നാണ് ലിങ്ക് തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിൻ്റെ ഒരു ഹോളായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ ഇനി എന്ത് വേണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹോൾ വീഡിയോ വേണമെന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് എന്തായാലും കുറച്ച് ടോപ്സിൻ്റെ ഒരു ഹോള് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ടോപ്പാണ്. അപ്പോൾ ഇത് ഒരു മെറൂൺ കളർ ഒരു ടോപ്പാണ്. അതായത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. ഇത് കണ്ടില്ല, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ്. നമുക്കിപ്പോൾ ഓഫീസിലും ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ടൈപ്പ് ടോപ്പാണിത്. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പോളിസ്റ്റർ മെറ്റീരിയലാണ്. നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. പിന്നെ നെക്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതുപോലത്തെ ഒരു ലേസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത് സ്ലീവ്സിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഹാഫ് സ്ലീവാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 299 ആണ്. ഇത് ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുന്നത് സ്മോൾ സൈസാണ്, സോറി. പിന്നെ ഇതിൻ്റെ പിങ്കും അവൈലബിൾ ആണ്, മെറൂണും പിങ്കുമാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ഒരു ക്രോപ്പ് ടോപ്പാണ്. നല്ലൊരു ഡാർക്ക് ബ്ലൂ ടോപ്പാണ് ഞാൻ മേടിച്ചത്. ഇതിൻ്റെ വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീനും പിങ്കും ബ്ലാക്ക് റെഡ് അങ്ങനെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഞാൻ കുറേ പേര് ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടോപ്പ് നല്ല അടിപൊളി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ടുണ്ട് ബലൂൺ സ്ലീവ്സ് ആണ്. കണ്ടില്ലേ? ലെങ്ത് വരുന്നത് ഒരു ഹാഫ് സ്ലീവ്സ് ആയിട്ടാണ് ലെങ്ത് വരുന്നത്. പിന്നെ ഈ സ്ലീവ്സിൻ്റെ ഈ അടിയിലായിട്ട് അറ്റത്തായിട്ട് ഇതേ കണ്ടില്ലേ ഇങ്ങനെ ഇലാസ്റ്റിക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സൂപ്പർ മെറ്റീരിയൽ ആണ്. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. ഇതിൽ മെറ്റീരിയൽ പറഞ്ഞിരിക്കുന്നത് കോട്ടൺ ബ്ലെൻഡ് ആണ്. പിന്നെ ഇതിൻ്റെ നെക്ക് കണ്ടില്ലേ പീറ്റർ വാൻ വി നെക്കാണ്. ഇത് ഇവിടെ ഒരു ചെറിയൊരു ടൈ കൊടുത്തിട്ടുണ്ട്. നല്ല നീളമുള്ള ഒരു വള്ളി പോലെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതിന്റെ ലെങ്ത് ക്രോപ്പ് ടോപ്പ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കുറച്ച് ലെങ്ത് കുറവാണ്. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും എത്ര ലെങ്ത് ഉണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോൾ അടിയിലായിട്ട് എന്തെങ്കിലും ഒരു ഷിമ്മിയോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഈ ടോപ്പ് ഇടാം. അല്ലെങ്കിൽ സാധാരണ ഇത് മാത്രമായിട്ട് ഇടാം. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. അപ്പോൾ നമുക്കിത് ജീൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്കേർട്ടിൻ്റെ കൂടെയും ഒക്കെ പെയർ ചെയ്ത് ഇടാൻ പറ്റിയ നല്ല അടിപൊളി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സൂപ്പർ ടോപ്പാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പ്. നെക്സ്റ്റ് ഈ ഒരു പേർപ്പിൾ കളറിലുള്ള ഈ ഒരു ടോപ്പാണ്. ഇതും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു മേക്കപ്പ് വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടിട്ടുണ്ട്. അന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടോപ്പ് എവിടെ നിന്നാന്നൊക്കെ. ഇതിൻ്റെ കളറ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. എനിക്ക് പൊതുവെ പേർപ്പിൾ കളർ എനിക്ക് എപ്പോഴും കുറച്ച് ഡാർക്കായിട്ടുള്ള കളേഴ്സാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ ഇടുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും മിക്കവാറും എല്ലാം കുറച്ച് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. എനിക്ക് അധികം ഈ പേർപ്പിൾ കളറിലുള്ള ഡ്രസ്സ് എനിക്ക് അധികം ഇല്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കളറ് ഫുൾ സ്ലീവാണ് വരുന്നത്. പിന്നെ ഇവിടെ കണ്ടോ നല്ല ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞ് നല്ലൊരു സ്റ്റൈൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പഫ് പോലെ. ഈ ഒരു ടോപ്പിന് കുറച്ചുകൂടെ ഒരു നമ്മൾ ഇടുമ്പോൾ തന്നെ നല്ലൊരു ലുക്കായിരിക്കും. ഫോട്ടോസൊക്കെ എടുക്കാനായാലും ഒക്കെ അടിപൊളിയാണ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത്. ഫുൾ സ്ലീവാണ്. കണ്ടില്ലേ? ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ലൈക്ര ബ്ലെൻഡ് എന്നാണ് ഇവർ ഫാബ്രിക് നെയിം കൊടുത്തിട്ടുള്ളത്. അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ മെറ്റീരിയൽ വൈസ് നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല, നല്ല ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. കണ്ടില്ലേ? റൗണ്ട് നെക്കാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ലൈറ്റ് ബ്ലൂ ഉണ്ട്, പിന്നെ പിങ്ക് ഉണ്ട്. അങ്ങനെ കുറേ കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് 349 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഡെനിം സ്കേർട്ടിൻ്റെ കൂടെയും അതുപോലെ നോർമൽ സ്കേർട്ടിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് പെയർ ചെയ്തിടാൻ പറ്റുന്ന ഒരു സൂപ്പർ ടോപ്പാണ്.
അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പർച്ചേസ്. നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ്. അപ്പം ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകണ്ട സ്ലിം ഫിറ്റ് ആണ് സാധനം. പക്ഷേ ഇത് എത്ര വേണമെങ്കിലും വലിയും കേട്ടോ. കണ്ടോ, നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നേരെ തിരിച്ച് ഇങ്ങനെ സ്ലിം ആയിട്ട് ഇങ്ങനെ ഇരിക്കും. കണ്ടോ, ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നെക്ക് വന്നിട്ട് ഹൈ നെക്കാണ്, സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് ആണ്. മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ഇടുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഷേപ്പ് അതുപോലെ കിടക്കുന്ന ഒരു ടോപ്പാണിത്. നമ്മൾ വിൻ്ററിലൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു ടോപ്പാണ്. പക്ഷെ അത്രയും ഭയങ്കര കട്ടിയോ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പം നമുക്ക് നല്ല രസമാണ് കേട്ടോ ഇത് ഇടുമ്പോഴത്തേക്ക്. നമ്മുടെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണിത്. ആൻഡ് ഇത് സ്ലിം ഫിറ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടില്ലേ, നമുക്ക് നമ്മുടെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് അങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു ടോപ്പാണ്. പിന്നെ ഇത് നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും ജീൻസിൻ്റെ കൂടെയും ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഇതാണ് നമ്മുടെ അടുത്ത ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത്, അടുത്ത ഒരു പർച്ചേസ്. ഇതിൽ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. അപ്പം നിങ്ങൾ സൈസ് ചാർട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം ഏത് സ്മോൾ ആണോ മീഡിയം ആണോ എക്സ്ട്രാ സ്മോൾ ആണോ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതിൽ സൈസ് ചാർട്ട് ഉണ്ടാവും. അപ്പോൾ അത് നോക്കി നിങ്ങളുടെ ആ ഒരു അളവ് എങ്ങനെയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം സൈസ് കൊടുക്കുക. അപ്പം ഇത് കണ്ടില്ലേ, ഇങ്ങനെ സ്ലിം ഫിറ്റ് പോലെ ഇരിക്കുകയാണ് കണ്ടോ, പക്ഷെ നന്നായിട്ട് വലിയും ഉള്ളിലേക്ക് കണ്ടോ, കുറേ നന്നായിട്ട് വലിയുന്ന ടൈപ്പാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ സൈസ് സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ റെഡ്, ബ്ലാക്ക്, അതുപോലെ ഗ്രേ, പിങ്ക്, അങ്ങനെ കുറേ കളേഴ്സ് അവൈലബിൾ ആണിത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 699 ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ടോപ്പ്. ഇതാണ് എൻ്റെ അടുത്ത ഒരു ടോപ്പ് എന്ന് പറയുന്നത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് കേട്ടോ. എനിക്ക് അധികം ഇങ്ങനത്തെ ടൈപ്പ് ടോപ്പില്ല, കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പായിട്ട് തോന്നി. കുറേ പേര് ഇതിൻ്റെ ലിങ്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഇടാനും നല്ല സുഖമാണ്. പിന്നെ ഫ്രണ്ടിലൊരു സിബ് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു സിബാണ് കേട്ടോ. പിന്നെ നെക്കിൽ വന്നിട്ട് മാരിൻ കോളർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മെറ്റീരിയൽ ആണ്. സ്ലീവ്സ് വന്നിട്ട് ഹാഫ് സ്ലീവ്സ് ആണ്. ഇതിന്റെ ഇറക്കം ഇത്രയാണ് വരുന്നത്. ക്രോപ്പ് ടോപ്പിനെക്കായും എനിക്കൊന്ന് കുറച്ചുകൂടെ ഇറക്കം ഉണ്ടാവും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതിൽ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അപ്പൊ ഇതാണ് എൻ്റെ അടുത്ത ഒരു ടോപ്പ്. നെക്സ്റ്റ് ഈ ഒരു ടോപ്പാണ്, ഈ ഒരു കാഷ്വൽ പ്രിന്റഡ് ടോപ്പാണ്. ഇതൊരു ക്രോപ്പ് ടോപ്പിന്റെ ഇറക്കേ ഉള്ളൂ കേട്ടോ ഇതിന്. പിന്നെ ഇതിന്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് ആണ്. സ്ലീവ്സിന്റെ ഇവിടെ ഇങ്ങനെ 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ നെക്ക് കുറച്ച് ഇറങ്ങിയിട്ടാണ് കേട്ടോ. അപ്പം ഇതാണ് എനിക്ക് ഈ ഒരു ടോപ്പിൽ അത്ര ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതാണ്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാനിവിടെ ഷോൾഡർ കുറച്ച് മേലോട്ട് കയറ്റിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഇരിക്കുമ്പോഴൊക്കെ അത്ര കംഫർട്ടബിൾ ആവില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ നമ്മൾ ഈ ഡ്രസ്സ് കുറച്ചിങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുന്ന ടൈപ്പ് സ്റ്റിക്കർ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ്സ് വന്നിട്ട് ഫുൾ സ്ലീവ്സ് ആണ്. ദെൻ സ്ലീവ്സിൻ്റെ അടുത്ത് 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്, നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സിബ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇടാൻ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സിബ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ക്രോപ്പ് ടോപ്പിൻ്റെ മാതിരി തന്നെ ഷോർട്ടായിട്ടുള്ള ഒരു ടോപ്പാണ്. ഇപ്പം നമുക്ക് സ്കേർട്ടിൻ്റെ കൂടെയും അതുപോലെ തന്നെ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. ഞാനിത് എൻ്റെ ഒരു കംഫർട്ട് അനുസരിച്ചാണ് ഞാൻ ഇടുന്നത്. അപ്പം ഞാനിത് ഇടുന്നതെന്ന് പറയുന്നത് ഒരു മാക്സി ഡ്രസ്സ്, ഈ ടോപ്പ് ഇട്ടിട്ട് അതിൻ്റെ മേലായിട്ടൊരു മാക്സി ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാനിത് പെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ടോപ്പ് ഞാൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് അതാണ് തോന്നിയത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഒരു ടോപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 442 ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഇങ്ങ് താഴെ വരെ കുറച്ച് ബട്ടൺ പോലെ ഇങ്ങനെ കുറച്ച് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, താഴേക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്, വേറെ കുറേ പാറ്റേണിലുള്ളതുണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സിലുള്ളതുണ്ട്. മെറൂണിൽ ഇങ്ങനെ കുറേ പ്രിന്റ് വന്നിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ യെല്ലോയിൽ പ്രിന്റ് വന്നിട്ടുള്ളതുണ്ട്. കുറേ കളേഴ്സിലും കുറേ പാറ്റേണിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഒരു ടോപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രിന്റും കളറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇടുമ്പോൾ തന്നെ
നല്ലൊരു ലുക്കാണ് ഈ സംഭവം. നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴും നല്ല രസമാണ്. എനിക്ക് ഈ ഒരു കളറും പ്രിൻറ്റും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ടോപ്പിൻ്റെ. പക്ഷെ ഇഷ്ടപ്പെടാത്ത കാര്യം ഇതാണ്, നെക്ക് ഭയങ്കര കീറി ഇറങ്ങിയിട്ടുള്ള ഒരു നെക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഒരു ടോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പഫ് സ്ലീവ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. ഗ്രീൻ കളറിലുള്ള ഒരു ടോപ്പാണ്. ആൻഡ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ബ്ലെൻഡ് ആണ്. ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ്. നെക്ക് ഹൈ നെക്കാണ്, ഇങ്ങനെ നല്ല ഫുൾ കവർ ചെയ്തിട്ടുള്ള കയറിയിട്ടുള്ള നെക്കാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 313 ആണ്, 313. പിന്നെ ഇതിൽ ഞാൻ മേടിച്ച സൈസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. ഇത് ഞാൻ കൂടുതലും സ്റ്റൈൽ ചെയ്യുന്നത് സ്കേർട്ടിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാറുണ്ട്, ഡെനിം സ്കേർട്ടിന്റെ കൂടെ സ്റ്റൈൽ ചെയ്യാറുണ്ട്, മാക്സി ഡ്രസ്, ഇതിന്റെ മേലായിട്ട് മാക്സി ഡ്രസ് ഇട്ടിട്ട് അങ്ങനെ സ്റ്റൈൽ ചെയ്യാറുണ്ട്. പിന്നെ ജീൻസിന്റെ കൂടെ ഇടാം. ഓക്കെ, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ. അതിന്റെ ഒരു സ്ലീവ്സ് ആണ് ഏറ്റവും ഈ ഒരു ടോപ്പിന്റെ കുറച്ചുകൂടെ അതിനെ കുറച്ച് ഭംഗി കൂട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ നെക്കും നല്ലതാണ്. ഇപ്പം അല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ പഫ് സ്ലീവ്സ് കുറച്ച് ട്രെൻഡിങ് ആണല്ലോ. പിന്നെ എനിക്കെന്തോ ഈ പഫ് സ്ലീവിനോടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. ഇപ്പം ഞാൻ മിക്കവാറും കുറേയൊക്കെ ഇപ്പോൾ മേടിക്കുന്ന എല്ലാം പഫ് സ്ലീവ്സ് ആണ്. എനിക്കൊന്ന് ഇത് പിന്നെ വേറെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഈ ഒരു പേർപ്പിൾ കളറിലുള്ളത് ഇതിൻ്റെ ഈ ഒരു പഫ് കണ്ടിട്ടാണ് കേട്ടോ മേടിച്ചത്. പിന്നെ വേറെ ബലൂൺ പഫ്, ഇതിൻ്റെ ഇനി പഫ് സ്ലീവ്സ് കാണുമ്പോൾ എന്താണെന്ന് അറിയാം എനിക്ക് മേടിക്കാൻ തോന്നുകയാണ്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇടുമ്പോഴും നമുക്ക് കുറച്ചുകൂടെ ഒരു യങ് ലുക്കില്ലേ. പിന്നെ ഈ നെക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് കയറിയിട്ട് ഇരിക്കുന്ന ടൈപ്പ് ഹൈ നെക്ക് എനിക്കിപ്പോൾ കുറച്ച് ഇഷ്ടമാണ്. ഹൈ നെക്കും പഫൂടെ വരുമ്പോൾ വേറൊരു ലുക്കാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ടോപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതൊക്കെയാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് മേടിച്ചൊരു ടോപ്പ്. ഈ ഒരു ടോപ്പ് മാത്രം ഞാൻ കുറച്ച് നാൾ മുന്നേ മേടിച്ചതാണ് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും, റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്തായാലും അറിയായിരിക്കും അതെല്ലാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യുക, താല്പര്യമുള്ളവർക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള ഹോൾ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ ഞാൻ മുന്നേ ഒരു ഹോൾ വീഡിയോ ഇതുപോലെ കുറച്ച് ടോപ്സിൻ്റെ ഞാൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കൂ, ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അത് ചെക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതനുസരിച്ച് ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ കമൻറ്റ്സ് ഇടാൻ മറക്കില്ല കേട്ടോ. കുറച്ച് പേര് മാത്രമേ കമൻറ്റ് ചെയ്യാറുള്ളൂ കേട്ടോ. കുറച്ച് പേരെ കാണുന്നുള്ളൂ. എങ്കിൽ പോലും ആയിക്കോട്ടെ, എത്ര പേര് കണ്ടാലും അത് ഒരു 10 പേരായാലും ശരി, നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അഭിപ്രായം കൂടെ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. അതെനിക്ക് കുറച്ചുകൂടെ ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.